ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വന്നൊരു നിഷ്കളങ്ക ബാല്യം പറഞ്ഞൂത്രേ, ഇന്ന് രാത്രി എൻ്റെ ഡാൻസ് ഉണ്ട്, വരണം കേട്ടോ എന്ന്. അപ്പോൾ ഭഗവാൻ അത് അത്ഭുതമായി. കാരണം ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ഒരു കുട്ടി പറയാണ് എൻ്റെ ഡാൻസ് ഉണ്ട്, കാണാൻ വരണം കേട്ടോ എന്ന്. അപ്പോൾ അന്ന് ഭഗവാൻ മേശാന്തിക്ക് സ്വപ്നം കാണിച്ചു എന്നാണ് പറയുന്നത്. അതെ, നാളെ മേശാന്തി വേഗം പൂജ കഴിച്ചോളൂ, എനിക്ക് നാളെ ഡാൻസ് കാണാൻ പോകണം. അതങ്ങോട്ട് കണ്ടപ്പോൾ മേശാന്തിക്കും കോരിത്തരിച്ചു. ഈശ്വര, കണ്ണന് ഡാൻസ് കാണാൻ ഇത്ര ഇഷ്ടമാണോ? എന്നാൽ ശരി, അങ്ങനെ ആവാന്ന് പറഞ്ഞു. എല്ലാം വേഗം 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 കഴിച്ചു പൂജാതി കാര്യങ്ങൾ. അങ്ങനെ പൂജാതി കാര്യങ്ങളിലുള്ള ഈ ഒരു വ്യഗ്രത, വേഗം വേഗം എന്നുള്ള ആ വ്യഗ്രത ഉണ്ടല്ലോ, അത് എല്ലാവർക്കും സന്തോഷമായി. സന്തോഷമായി എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ അത്രയേ ഉള്ളൂ. ആ കാണുന്ന രീതി ഉണ്ടല്ലോ, അതാണ്. ഉച്ചയ്ക്ക് ശേഷം നട തുറന്ന് ഈ ഭഗവാന്റെ പൂജാതി കാര്യങ്ങളിൽ വേഗം 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 എന്നുള്ള ആ ഒരു വ്യഗ്രത കാണുമ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു അത്ഭുതമാണ് ഉണ്ടായത്. ആ വ്യഗ്രതയ്ക്ക് വേറൊരർത്ഥം കൂടിയുണ്ട്. ആ വ്യഗ്രത ഭഗവാനും മേശാന്തിക്കും മാത്രമേ അറിയുള്ളൂ ആ അർത്ഥം. അതാണ് ഏറ്റവും അത്ഭുതമായത്. അങ്ങനെ ഭഗവാൻ ആദ്യത്തെ നിരയില് നീലിത്തിരുമുടിയും മുല്ലമാലയും തിരുമുടിക്കെട്ടൊക്കെ ആയിട്ട് വന്നിരുന്നു എന്നാണ് ആഞ്ഞം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര നിരവധി നിരവധി ഉദാഹരണങ്ങളുണ്ട് നമുക്ക്. അതൊക്കെ ഒരു വല്ലാത്ത അത്ഭുതം തന്നെയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഗുരുവായൂരിനോട് അനുബന്ധിച്ച് ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്കറിയാം. ഇത്രമാത്രം അത്ഭുതാവഹങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ എന്ന് യാതൊരു സംശയവുമില്ല. ഒക്കെ അത്ഭുതങ്ങൾ തന്നെയാണ്.